നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടേ നടക്കുള്ളൂ. ഊപമണ്ടൂകങ്ങൾ എന്ന് പറയുന്ന ഒരു ജാതിയാണ് കോൺഗ്രസ്. PV എന്ന് പറയുന്നത് വീണ മാത്രമല്ല, പിണറായി വിജയൻ. വീണ അടുത്തതാ. അത് പിണറായി വിജയനും കിട്ടിയിട്ടുണ്ട്, ചെന്നിത്തലയ്ക്കും കിട്ടിയിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിക്കും കിട്ടിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള LDF, UDF നേതാക്കന്മാർ കിട്ടിയിട്ടുണ്ട്. നിയമസഭയിൽ VD സതീശനാണ് ഒത്തുകളിച്ചത്. അപ്പൊ LDFും UDFും ചേർന്ന് നടത്തിയ ഒരു അഴിമതിയാണിത്. മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ മകളോ അവരുടെ സ്ഥാപനമോ അതല്ലെങ്കിൽ ഈ മാസപ്പടി നൽകിയ സ്ഥാപനമോ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല. എന്തിനാണ് പിണറായി വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും വീണ വിജയനുമൊക്കെ മാസപ്പടി നൽകിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ട് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ആളുകൾക്കെല്ലാം കൂടി ചേർന്ന് 200 കോടിയോളം രൂപ കൊടുത്തത് ഞങ്ങൾക്ക് വ്യവസായം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള വ്യവസായമാണ് നടത്തുന്നത്. ഇവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഞങ്ങൾ കാശ് കൊടുത്തത്. അതായത് പിണറായി വിജയന് പണം കൊടുത്തത്, അദ്ദേഹത്തിന്റെ മകൾക്ക് പണം കൊടുത്തത് ഞങ്ങളുടെ വ്യവസായം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണെന്നുള്ളതാണ് ആദായനികുതി വകുപ്പിന് മുമ്പിലുള്ള മൊഴി. അത് സംബന്ധിച്ച് KSIDCയോടും അതുപോലെ തന്നെ എക്സാലോജിക്കിനോടും ഒക്കെ പല ചോദ്യങ്ങളും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ കമ്പനിയും KSIDCയും തമ്മിലുള്ള കരാറിന്റെ കാരണം? വീണയുടെ കമ്പനിയുമായിട്ട് എന്താണ് ഇവർക്ക് ബന്ധം? എന്ത് സേവനമാണ് വീണയുടെ കമ്പനി ഇവർക്ക് കൊടുത്തത്? തുടങ്ങി പല ചോദ്യങ്ങളും ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ അധികാരമുള്ളതുകൊണ്ട് ഇവർ മറച്ചുവെച്ചു. നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടേ നടക്കുള്ളൂ. അതുകൊണ്ട് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും. ചില കോൺഗ്രസുകാർ പറയുന്നത് അവരെന്തോ പ്രസ്താവന ഇറക്കിയത് കൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നാണ്. ഈ ഊപമണ്ടൂകങ്ങൾ എന്ന് പറയുന്ന ഒരു ജാതിയാണ് കോൺഗ്രസ്. അവർ വിചാരിക്കുന്ന അവരിങ്ങനെ വിചാരിച്ചിട്ടാണ് ഇവിടെ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടിന്റെ ഉദാഹരണമാണ്. പിണറായി വിജയനല്ല ആരായാലും ഇക്കാര്യത്തിൽ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും. കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു മാസപ്പടി വാങ്ങിയത്? PV എന്ന് പറയുന്ന ആള്, ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഈ PV എന്ന് പറയുന്നത് വീണ മാത്രമല്ല, പിണറായി വിജയനാണ്. വീണ അടുത്തതാ. വീണയ്ക്ക് 1,72,00,000 രൂപ കിട്ടി. പക്ഷെ മുഖ്യമന്ത്രിക്ക് എത്രയാണ് കിട്ടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രിക്കും ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഉമ്മൻചാണ്ടിക്കും പിന്നെ നിങ്ങളുടെ പഴയ ഇവിടുത്തെ മറ്റേ മന്ത്രി ഉണ്ടല്ലോ, എന്താണ്? അല്ലല്ലോ, ഈ മന്ത്രി നിങ്ങളെ പൊതുമരാമത്ത് മന്ത്രി ലീഗിന്റെ ഇബ്രാഹിം കുഞ്ഞ്, അങ്ങനെയുള്ള ആളുകൾക്ക് എത്ര കിട്ടി, എത്ര കോടി കിട്ടി എന്നുള്ളതാണ് ഇനി പുറത്തു വരാനുള്ളത്. വീണയുടെ കാര്യത്തിൽ 1,72,00,000 രൂപ കണക്കിൽപ്പെടുന്ന കാശ് ഈ കമ്പനി കൊടുത്തിട്ടുണ്ട്. കണക്കിൽപ്പെടാത്തത് എത്രയുണ്ട് എന്നുള്ളതാണ് അറിയാനുള്ളത്. അത് പിണറായി വിജയനും കിട്ടിയിട്ടുണ്ട്, ചെന്നിത്തലയ്ക്കും കിട്ടിയിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിക്കും കിട്ടിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിക്കും കിട്ടിയിട്ടുണ്ട്. അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള LDF, UDF നേതാക്കന്മാർ കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് അവർ മറുപടി പറയേണ്ടത്. LDFന്റെ നേതാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കാൻ, മുഖ്യമന്ത്രിയെ അടക്കം പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന ഈ കേസിൽ നിയമസഭയിൽ VD സതീശനാണ് ഒത്തുകളിച്ചത്. VD സതീശൻ ഈ കേസ് ഒരു ചർച്ച പോലും ആവരുതെന്ന് വിചാരിച്ചു. എന്താ കാരണം? UDFന്റെ ഉന്നത നേതാക്കന്മാർ ഇതിൽ പണം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ LDFും UDFും ചേർന്ന് നടത്തിയ ഒരു അഴിമതിയാണിത്. അതുകൊണ്ട് അത് അന്വേഷിച്ച് സത്യം പുറത്തു വരണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അന്വേഷിക്കണം. അതാണ് ഇപ്പോൾ സത്യം.